ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫ്യൂസ് കുക്കിംഗ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ മക്രോണി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ മക്രോണി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കറിവേപ്പില, ചപ്പ്, പുതിന, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ മക്രോണി ഇതാണ് കേട്ടോ, ഒരു ശംഖിൻ്റെ ഷേപ്പിലുള്ള മക്രോണിയാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനും അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചിക്കനാണ്, ഒരു 150 ഗ്രാം ചിക്കനും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മക്രോണി നമുക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. മക്രോണി വേവിക്കാനായിട്ട് ഞാനിവിടെ സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിന് അളവൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അതിനുശേഷം ആ വെള്ളം ഊറ്റി കളയൂ കേട്ടോ. അപ്പോൾ മക്രോണി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇതവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തെങ്കിലേ അതിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2-3 ഡ്രോപ്സ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് വെന്ത് വരുന്ന സമയത്ത് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കഴുകി വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മക്രോണി ഞാനിതാ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിട്ട് സമയത്ത് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ മക്രോണി ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രം ഒന്ന് അടുത്ത അടുപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ അടുപ്പിലേക്ക് ഞാനിതൊരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മക്രോണി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതിൻ്റെ പാകം നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും. ഞാനിതൊരു 5 മിനിറ്റിന് ശേഷമാണ് തുറക്കുന്നത്. ഇപ്പോൾ ഉള്ളി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കത്തിന് വലിയ വേവൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. ക്യാപ്സിക്കം മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. മസാലകളൊക്കെ ചേർത്തതിന് ശേഷം അവസാനം ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മസാലകളൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വേവായി കിട്ടും. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പം മക്രോണി ഇതുവരെ ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള മക്രോണിയാണ് കേട്ടോ ഇത്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഇനി കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ടും സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ചിക്കൻ ഇതാ ഞാൻ നല്ലപോലെ മസാലയുമായിട്ട് നല്ലപോലെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം കേട്ടോ. അതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തത് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ പാകമായിട്ടുള്ള വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഡ്രോപ്സ് ആയിട്ട് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ടില്ല എന്ന് കരുതി ഒരു കുഴപ്പമില്ല കേട്ടോ. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനത് ചേർത്താൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ് ഞാനിതിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള ക്യാപ്സിക്കത്തിൻ്റെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഞാനിതാ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 അല്ലി കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മക്രോണിയുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് മുമ്പായിട്ട് മക്രോണി വേവിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മക്രോണി നല്ലപോലെ വെന്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ മക്രോണി ഞാനിത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മസാല മുഴുവനായിട്ട് ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ഇത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ യോജിപ്പിക്കുന്ന സമയത്ത് നമുക്കിതിലെ ഉപ്പ് നോക്കാവുന്നതാണ് കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള മക്രോണിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മക്രോണിയിലേക്ക് മസാല പിടിക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ച് നേരം ഇത് ഇങ്ങനെ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഇതിങ്ങനെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇളക്കിയത് ഇത്രയും മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോയാണ് കേട്ടോ. ഇത് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തത് ഇത്രയും മതി കേട്ടോ. നല്ലപോലെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതാ ചൂടോട് കൂടി തന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം മക്രോണി ഞാനിതാ മുഴുവനായിട്ടും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം.
അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.